എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞൊരു ഭരണിയാണ്. നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മൾ ഭരണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലുകൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ക്ലേ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലുകൊണ്ട് ഉണ്ടാക്കുന്ന കുറേ ക്രാഫ്റ്റ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാനിവിടെ ക്ലേ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലേ നമ്മൾ ബോട്ടിൻ്റെ അടുപ്പിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പൗഡറും കൂടി എടുക്കുന്നുണ്ട്. കയ്യിൽ ഫുള്ളായിട്ടൊന്ന് പൗഡർ ആക്കിയിട്ട് ഇത് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു കുഞ്ഞൊരു മൊന പോലെ മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന രൂപത്തിൽ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് പൗഡർ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിൻസാക്കി കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭരണിയുടെ അടപ്പ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിന് നമ്മുടെ ഭരണി ഇവിടെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൗഡർ കയ്യിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടും ഗ്ലേസിങ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്ലേ ഒക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമ്മളിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അടപ്പുമേലൊക്കെ കുറച്ചും കൂടി ക്ലേ ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമ്മളിതാ ഭരണിയുടെ അതേ കളർ തന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് മാത്രം നമ്മൾ ആ ബ്രൗൺ കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ നമ്മൾ വൈറ്റ് കളർ കൊടുക്കുകയാണ്. ആ മുകൾ ഭാഗത്ത് ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാർണിഷാണ് കേട്ടോ. നമ്മളിത് ഭരണിയുടെ അതേ ലുക്കും ഗ്ലേസിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടുള്ള ഭരണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഭരണി ഉണ്ടാക്കിയിട്ട് സാൾട്ടും പെപ്പറൊക്കെ ആയിട്ട് നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞൊരു ഭരണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്.